ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? റെഡ് ചെറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഞാൻ വന്നിരിക്കുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ബ്രെഡും മുട്ടയും ചീസൊക്കെ വെച്ചിട്ടുള്ള ഒരു ഈസി റെസിപ്പി. കുട്ടികളൊക്കെ എപ്പോഴും വെറൈറ്റി ഫുഡുകൾ ആഗ്രഹിക്കുന്നവരായിരിക്കും അല്ലേ? എപ്പോഴും കഴിക്കുന്ന ഫുഡുകളല്ലാതെ വ്യത്യസ്തതരമായ ഫുഡുകൾ മാറി കഴിക്കാനൊക്കെ അവർക്ക് ഒരുപാട് ഇഷ്ടങ്ങളുണ്ടായി. ഇപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ട് കുട്ടികളൊക്കെയാണ് തന്നെ ഫുൾ ടൈം വീട്ടിൽ തന്നെയാണ്, ഓൺലൈൻ ക്ലാസ്സും എല്ലാം വീട്ടിൽ തന്നെ. അപ്പോൾ അവർക്ക് ഇടയ്ക്ക് എന്തെങ്കിലും ഒരു വെറൈറ്റി ഫുഡൊക്കെ കഴിക്കണം എന്നൊരാഗ്രഹമൊക്കെ വരും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇന്നത്തെ. ഒരു പിസ്സ കഴിക്കുന്ന ഫീലൊക്കെ അവർക്ക് കിട്ടും. ഒരു പിസ്സയുടെ കുടുംബത്തിലെ ആളാണെന്ന് തന്നെ പറയാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഈ റെസിപ്പിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബ്രെഡ് വേണം. ഞാനിവിടെ 3 ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. 2 മുട്ട, ഇത് മൊസറല്ല ചീസാണ് പിസ്സയ്ക്കൊക്കെ ഇടുന്നത്. ഒരു തക്കാളി, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ ഒറിഗാനോ ലീഫാണ്. അത് ഇടണമെന്ന് യാതൊരു നിർബന്ധമില്ല, ഞാൻ എൻ്റെ ഉള്ളതുകൊണ്ട് ഇട്ടതാണ്. പിന്നെ ഒരു സവോള, ടൊമാറ്റോ സോസ്. ഇനി ഒരു ബൗൾ എടുത്തിട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന 2 മുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒറിഗാനോ ലീഫ് ഞാൻ ഇടുന്നുണ്ട്. അത് ഇടണമെന്ന് ഒരു നിർബന്ധമില്ല. ഇനി നമുക്കിത് നന്നായിട്ടത് മിക്സ് ചെയ്യാം. അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ കാര്യം അന്വേഷിക്കാൻ വന്നു. നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. എൻ്റെ മോൾക്ക് ഞാനിത് ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ കൊടുത്തപ്പോൾ അവളിതിന് പേരിട്ടു. അവൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടെന്നിട്ട് അവളിതിന് പേരിട്ടു പിസ്സ ജൂനിയർ. അങ്ങനെ ഈ റെസിപ്പിക്ക് പേര് കിട്ടി, പിസ്സ ജൂനിയർ. മുട്ടയും ഉപ്പും കുരുമുളക് പൊടിയും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ടൊമാറ്റോയും സവോളയും ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ അരിഞ്ഞെടുത്ത് വെക്കാം. അടുത്തതായിട്ട് നമുക്ക് ഈ മൊസറല്ല ചീസ് ഇങ്ങനെ ചീകിയെടുക്കാം. ചീസ് ഇത് തന്നെ വേണം. ഈ പിസ്സയിലൊക്കെ ഉപയോഗിക്കുന്നത് ഈ ചീസ് തന്നെയാണ്. എങ്കിലേ ഒരു ചീസി ടെക്സ്ചർ നമ്മുടെ റെസിപ്പിക്ക് വരത്തുള്ളൂ. അപ്പം നമുക്ക് ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. ഇനി സ്റ്റൗ കത്തിച്ച് പാൻ വെക്കാം. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒലിവ് ഓയിലൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്, പക്ഷെ നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണല്ലോ. ഇനി നമുക്ക് നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ച ആ മുട്ട മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊഴിച്ചിട്ട് ആ മുട്ട അങ്ങ് കട്ടി പിടിക്കുന്നതിന് മുമ്പ് തന്നെ ബ്രെഡ് ഇങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പോൾ അതിലേക്ക് അങ്ങ് പ്രസ് ചെയ്തായിക്കോളും. മുട്ടയും ബ്രെഡും കൂടെ നല്ല പ്രസ്സിങ് ആകും. ഇതിങ്ങനെ കുറഞ്ഞ ഫ്ലെയിമിൽ നമുക്കൊരു 5 മിനിറ്റ് വെച്ച് കൊടുക്കാം. അതായത് നമ്മൾ മുട്ട പൊരിക്കുമ്പോൾ അത് വേകാൻ എടുക്കുന്ന ടൈമില്ലേ, അത്ര തന്നെ. ഇത് വെച്ചിട്ട് നമ്മൾ ഒരിടത്തേക്ക് മാറിപ്പോയില്ല, കരിഞ്ഞു പോയാൽ പിന്നെ ഒന്നിനും കൊള്ളത്തില്ല. അപ്പോൾ അടുത്ത് തന്നെ നിന്നിട്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടുന്ന ഒരു റെസിപ്പിയാണ് നമ്മുടെ പിസ്സ ജൂനിയർ. മുട്ടയൊക്കെ വെന്തു. അപ്പം നമുക്കിതൊന്ന് തിരിച്ചിടാം. ഇങ്ങനെ തിരിച്ചിട്ടിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എല്ലായിടവും ഇങ്ങനെ ഒന്ന് ഒതുക്കി പ്രസ് ചെയ്യാം. അപ്പോൾ ഇതിന് മുകളിലേക്ക് ഇനി ടൊമാറ്റോ സോസ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ബ്രഷ് കൊണ്ട് അത് ഫുള്ളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് കഴിക്കാൻ നല്ലൊരു ഐറ്റമാണ്. നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാന്ന് പറയും. കാരണം ഇതിനകത്ത് മുട്ട വരുന്നുണ്ട്, ചീസ് വരുന്നുണ്ട്, തക്കാളി വരുന്നുണ്ട്, ബ്രെഡ്. അപ്പോൾ എല്ലാം ഒരു അടങ്ങിയ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് മോസറല്ല ചീസ് ഇതിൽ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതോടുകൂടിയാണ് ഇത് നല്ലൊരു റിച്ചായിട്ട് മാറുന്നത്. ഇതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ മുഴുവൻ ചീസ് കൊണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ചീസൊക്കെ ചെറുതായിട്ട് മെൽട്ടായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുകളിലേക്ക് ഞാൻ കുറച്ച് ഒറിഗാനോ ലീഫ് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലിടുന്ന യാതൊരു നിർബന്ധമില്ല. പിസ്സയിലൊക്കെ ഇത് ചേർക്കാറുണ്ട്,
അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനങ്ങ് ചേർത്താണ്. ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇതിന് മുകളിലേക്ക് നമുക്ക് ടൊമാറ്റോ എങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം. ഈ കൂട്ടത്തിൽ തന്നെ നമ്മൾ നേരത്തെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും കൂടി വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഓരോന്നായിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. ഇപ്പം തന്നെ പിസ്സയുടെ ഒക്കെ ഒരു ഫീൽ വരാൻ തുടങ്ങി അല്ലേ. അങ്ങനെ നമ്മുടെ പിസ്സ ജൂനിയർ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഇനി ഒരു 2 മിനിറ്റും കൂടെ ഫ്ലെയിം വെച്ചാൽ മതി. കാരണം മുട്ടയൊക്കെ ഓൾറെഡി വെന്തിരിക്കുന്നതാണല്ലോ. അപ്പോൾ ആ ബ്രെഡൊന്ന് ക്രിസ്പി ആയിട്ട് വരാനുള്ള ടൈം. പിന്നെ ഈ ടൊമാറ്റോ ഒക്കെ ഒന്ന് വാടി കിട്ടിയാൽ മതി, ഫുള്ളായിട്ട് വേകണ്ട. അങ്ങനെ നമ്മുടെ പിസ്ത ജൂനിയർ റെഡിയായി. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം. എന്നിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം മൊസറല്ല ചീസൊക്കെ നല്ല മെൽറ്റായിട്ട് എല്ലാമായിട്ട് സെറ്റായിട്ട് വന്നു. ഇത് കുട്ടികൾക്ക് വേണമെങ്കിലും തനിയെ ഉണ്ടാക്കാൻ പറ്റും. ഈസി റെസിപ്പി അല്ലേ. അപ്പോൾ എല്ലാവരും വീട്ടിലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. കുട്ടികൾക്കും കഴിക്കാം, വലിയവർക്കും കഴിക്കാം. അപ്പോൾ ഞാനിത് മുറിച്ചിട്ട് എൻ്റെ മോൾക്ക് കൊടുക്കുകയാണ്. അവളാണിത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. എൻ്റെ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, മറക്കരുതേ. താങ്ക് യു. എങ്ങനെയുണ്ട്? നല്ലതാണോ?